ഞാനൊരു മത്തങ്ങ കറി വെക്കാൻ പോവാണേ. ആ മത്തങ്ങ ഇത് കണ്ട, ഈ മത്തങ്ങ കറി വെക്കാൻ പോവാം. അപ്പം ഉണ്ടല്ലോ, ഈ മത്തങ്ങ ഇത് നല്ല വിളഞ്ഞു പഴുത്തതാണ്. അതുകൊണ്ട് ഇതിന് ഇച്ചിരി മധുരം കാണും. അങ്ങനെ അതേസമയം ഇതിൻ്റെ ഈ തൊലി ഉണ്ടല്ലോ, ഗ്രീൻ കളറിൻ്റെ തൊലിയുള്ളത് എടുക്കണം. അപ്പം അതിനൊന്നും കൂടെ ടേസ്റ്റും ഉണ്ട്, മധുരമൊന്നും കാണത്തില്ല. നല്ല ടേസ്റ്റ് ഉള്ളത് ഇച്ചിരി ഗ്രീൻ മത്തങ്ങ എടുക്കണം, ഗ്രീൻ തൊലിയുള്ള മത്തങ്ങ അങ്ങനെയുള്ളത്. അല്ലാതെ ഇത്രയും പഴുത്ത ഇച്ചിരി ഞാൻ എടുത്തപ്പോൾ അതുപോലത്തെയാണ് കിട്ടിയത്. അതുകൊണ്ട് ഞാൻ ഇങ്ങനത്തുള്ളതാണ് അങ്ങ് എടുത്തത്. അപ്പോൾ ഇതിന് ഇച്ചിരി ഇത് നല്ലപോലെ വിളഞ്ഞതാണ്, കാരണം ഇതിന് ഇച്ചിരി മധുരമുണ്ട്. നമുക്കിത് സലാഡൊക്കെ ഉണ്ടാക്കാൻ കൊള്ളാം. ഇതും കൊണ്ട് വെറുതെ സലാഡ് ഉണ്ടാക്കി നമുക്ക് കഴിക്കാൻ പറ്റും. അങ്ങനത്തെ മത്തങ്ങായ, ഇത് നല്ല മത്തങ്ങായ. കറി വെക്കുമ്പോൾ സ്വല്പം മധുരം ഉണ്ടെന്നേ ഉള്ളൂ. അപ്പം ഞാനിത് കണ്ടിച്ച് കറി വെക്കട്ടെ, മത്തങ്ങ കറി ഉണ്ടാക്കാം നമുക്ക്. കണ്ട, ഇത് കണ്ടിച്ചെടുത്ത് കഴിഞ്ഞേച്ച് അതിന് സ്വല്പം സീഡുണ്ട്. ഇപ്പം ഈ സീഡൊന്നും കളയില്ല. മത്തങ്ങയുടെ സീഡ് വളരെ ഗുണമുള്ളതാണ് എല്ലാത്തിനും. ഡയബറ്റിക്സിനും പിന്നെ കൊളസ്ട്രോളിനും ഒക്കെ ഇതിൻ്റെ സീഡ് വളരെ നല്ലതാണ്. അപ്പോൾ എനിക്ക് ഇത്രയും കുരു കിട്ടി. അപ്പോൾ അത് ഞാൻ കറിക്കകത്ത് ചേർക്കും. ഇത് ഞാനിങ്ങനെ കണ്ടിച്ചിട്ട് ഇനി ഇതിനെ കഴുകി കുക്കറിനകത്ത് വെക്കട്ടെ. ഇതിനെ ഞാൻ കഴുകാൻ പോവാം. ഇത് കഴുകി ഇതിനകത്തുനിന്ന് ഞാൻ എടുത്തിടാൻ പോവാം. നല്ലപോലെ 2-3 വട്ടം കഴുകി. നമ്മൾ കടയിലൊക്കെ മേടിക്കുമ്പം നല്ലപോലെ കഴുകി എടുക്കണമല്ലോ. അപ്പം അത് കഴുകി കുക്കറിനകത്തിട്ട് ഒരു 2-3 വിസിൽ അടിച്ചു കഴിയുമ്പോൾ അതങ്ങ് വേകും. അത്രയ്ക്ക് ഇത് നല്ല മത്തങ്ങയായ, നല്ല ഫ്രഷ് മത്തങ്ങ. അതുകൊണ്ട് നല്ല എളുപ്പം. ഇത്രയും സീഡും ഉണ്ട്, അതും എടുത്ത് ഇടട്ടെ. ഇതിനധികം വെള്ളം ഒഴിക്കണ്ട, ഒരു സ്വല്പം വെള്ളം ഒഴിച്ചാൽ മതി. കണ്ട, വെള്ളം ഞാൻ സ്വല്പം ഒഴിച്ചിട്ടുണ്ട്, അത് കാണാൻ പറ്റും. എന്തേ കണ്ട, സ്വല്പം വെള്ളമേ ഒഴിച്ചിട്ടുള്ളൂ. കണ്ട, അതിനകത്ത് അതങ്ങ് വേഗം. പിന്നെ നമ്മൾ അരച്ച് ചേർക്കുന്ന ആ നല്ല അരപ്പ് നല്ല കട്ടിയിൽ അത് അങ്ങിരിക്കും. നല്ല ഇത് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ഇത്രയും ഇതിനകത്ത് ചെയ്യും. കണ്ട, ഒരു സ്വല്പം വെള്ളം. ഇതിനകത്ത് സ്വല്പം ഉപ്പും കൂടെ ഇടട്ടെ. ഉപ്പ് ഇട്ടു. ഇനി അടച്ച് അടുപ്പത്ത് വെക്കും. ഞാൻ തീ കത്തിച്ചു. ഒരു 2-3 വിസിലടിക്കുമ്പോൾ അത് വെന്ത് കിട്ടും. അപ്പം നേരത്തേക്ക് അരയ്ക്കാനുള്ളതൊക്കെ എടുക്കാം. ഇത് കണ്ട, ഇതിന് അരയ്ക്കാനുള്ളത് ഞാൻ എടുത്തു വെച്ച് ഇതിനകത്ത് ജീരകമുണ്ട്, പച്ചമുളക്, ഉള്ളി, വെളുത്തുള്ളി, തേങ്ങ. ഈ വെളുത്തുള്ളി ഉണ്ടല്ലോ, ഒരു കുഞ്ഞു വെളുത്തുള്ളി ആയതുകൊണ്ട് ഒരു 5-8 കൊച്ചു വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. 8 എണ്ണം എടുത്തിട്ടുണ്ട് ഞാൻ. അത് എടുത്തു. പിന്നെ ജീരകമൊക്കെ 1 സ്പൂൺ ജീരകം വേണം, കാരണം ഇതിന് ഈ വെളുത്തുള്ളിയും ജീരകത്തിൻ്റെയും ഒക്കെ നല്ല മത്തങ്ങ കറിക്കും. അപ്പം പച്ചമുളക്, പിന്നെ 2 തണ്ട് കൊച്ചു ഇലയായതുകൊണ്ട് ഒരു കുഞ്ഞു 3 തണ്ട് കരിയാപ്പിലയും വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് അരച്ചെടുക്കണം. ഇതിന് സ്വല്പം ഉപ്പും ചേർത്ത് അരയ്ക്കാൻ പോവാം. ഇത് അരയ്ക്കാനുള്ളത് എല്ലാം ഞാൻ എടുത്തു. ജീരകവും തേങ്ങായും വെളുത്തുള്ളിയും ഉള്ളിയും എല്ലാം ഇതിനകത്തിട്ടു. ഇനി ഇതിനകത്ത് സ്വല്പം ഉപ്പ് നമ്മളൊരു സ്വല്പം ഇട്ടതാകൊണ്ട് കുറച്ചിരി ഉപ്പിടാം വേണമെന്ന്. സ്വല്പം ഉപ്പ്, സ്വല്പം മഞ്ഞൾ പൊടി. ഇത് നമുക്ക് അരച്ചെടുക്കാം. വെള്ളം ചേർത്തരയ്ക്കാം. ഒരു സ്വല്പം വെള്ളം ഒഴിച്ചു. ഇത് കൊച്ചു ജാറായതുകൊണ്ട് സ്വല്പം വെള്ളമേ ഒഴിക്കാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ചാടിപ്പോവും. അതുകൊണ്ട് ഞാൻ അരക്കട്ടെ, കുറേശ്ശെ വെള്ളം ചേർത്ത് അരയ്ക്കാൻ പറ്റും. ഉള്ളി, വെളുത്തുള്ളി, കരിയാപ്പല, മഞ്ഞൾ, ഉപ്പ് ഇത്രയും ചേർത്ത് അരച്ച് കൊണ്ടുവന്ന അരപ്പാണ്. ഇനി ഇത് നമുക്ക് മത്തങ്ങ എടുത്ത് അതിനകത്ത് ചേർക്കാം. ഇത് കണ്ടോ, കുക്കറിനകത്ത് വേവിച്ച് വെച്ച മത്തങ്ങ. ഇത് കണ്ടോ, വെള്ളമൊന്നുമില്ല, സ്വല്പം വെള്ളമേ ഉള്ളൂ. ഇതിനെ നമുക്ക് ഈ പാത്രത്തിനകത്തോട്ട് എടുത്തിടാം. ഇതിനങ്ങ് കുടഞ്ഞിടാം. ഇതിനകത്ത് മൊത്തം അരപ്പ് ചേർക്കാം.
ഒരു 3 വിസിലടിച്ചു. 3 വിസിലടിച്ചപ്പോഴത്തേക്ക് 2 വിസിൽ മതിയായിരുന്നു. പിന്നെ ഞാൻ 3 വിസിലടിച്ചു. എല്ലാവരും ചിലർ ഇതിൻ്റെ തൊലി കളഞ്ഞ് മത്തങ്ങ എടുക്കത്തുള്ളൂ. പക്ഷേ തൊലിയൊക്കെ നല്ല മത്തങ്ങ ഭയങ്കര ഗുണമുള്ള സാധനമാണ്. ഞാൻ തൊലിയൊന്നും കളയത്തില്ല മത്തങ്ങയുടെ. ഇങ്ങനെ മത്തങ്ങയുടെ തൊലി ഇട്ട് ഞാൻ ചാറ് വെക്കും. അല്ലെ ആ തൊലി എടുത്ത് ഞാൻ തോരൻ വെക്കും. തൊലിയായിട്ട് നല്ലതായിട്ട് അരിഞ്ഞ് കുഞ്ഞായിട്ട് ഉരച്ചെടുത്തിട്ട് അത് തോരൻ വെക്കും. ഇതിപ്പോൾ ഇതിനകത്തിട്ട് നല്ല വിളഞ്ഞ മത്തങ്ങ കാരണം അതിനകത്ത് ഇട്ട് അതങ്ങ് പഞ്ഞി പോലെ അങ്ങ് വെന്തു. ഇനി നമുക്ക് അതിനകത്ത് അരപ്പ് ചേർക്കാം. ഈ വെള്ളം കൂടെ ചേർക്കണം. കണ്ട, നമുക്ക് ആവശ്യത്തിനായി വെള്ളം, ഇത്ര വെള്ളം മതി. നമുക്കതിന് ഒലത്തി ചേർക്കാം. കടുവൊക്കെ പൊട്ടിച്ച് ഒലത്താം. നല്ല ഇത്തിരി മത്തങ്ങാക്കറി. ഉപ്പുമൊക്കെ ഉണ്ട്, ആവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ട്. ഞാൻ ഒലത്തി ചേർക്കാനുള്ളത് ഉപ്പുമാണ്. സ്വല്പം കടുക് എടുക്കാം. ഞാനെല്ലാം കൂടെ കടുക് പൊട്ടിയിട്ടൊന്നും കണ്ട, കുറച്ച് കടുക്, പിന്നെ കരിയാപ്പില, ഉള്ളി, സ്വല്പം തേങ്ങ. നമ്മൾ ചേനക്കറി വെക്കുമ്പോൾ ചേനയും മത്തങ്ങയും ചേന തന്നെയൊക്കെ നമ്മളിതുപോലെ ചാറ് വെക്കുമ്പം തേങ്ങ വറുത്ത് കോരി ഇടുക. അപ്പം തേങ്ങ ഇതിനും ഇച്ചിരി തേങ്ങ ഇട്ട് ഞാൻ തേങ്ങ വറുത്ത് കോരി ഇടാം. അടുപ്പത്ത് വെക്കുവാണേ. ഇനി സ്വല്പം എണ്ണ ഒഴിക്കുക. ഇതിനകത്തോട്ട് എണ്ണ ഒഴിക്കുക. ഒലത്തി ചേർക്കാനുള്ള എണ്ണ ഒഴിച്ചാൽ മതി. കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി. വെളിച്ചെണ്ണയാണ്. ഞാൻ വെളിച്ചെണ്ണ ആകുമ്പോൾ അതിന് നല്ല ടേസ്റ്റ് ഉണ്ട് നമ്മുടെ കറിക്കൊക്കെ. ഇത് മൂക്കട്ടെ. ഒരു പത്തൽമുളക്, മുഴുത്ത പത്തൽമുളക് ഉണ്ടല്ലോ, വറ്റൽമുളക് ഉണ്ടെങ്കിൽ ഇതിനകത്ത് മുറിച്ചിടുന്നത് നല്ല. പക്ഷേ അത് എൻ്റെ കയ്യിലില്ല കേട്ടോ. വറ്റൽമുളക് മുറിച്ചിട്ട് അത് ഈ വറുത്ത് കോരി ഇതിനകത്ത് ഇടുന്നത് നല്ല ടേസ്റ്റാണ്. നല്ല മത്തങ്ങാക്കറിയാണ് കേട്ടോ. നല്ല മത്തങ്ങാക്കറി എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. ജീരകത്തിൻ്റെ ഒക്കെ ഉണ്ടോ മൂത്ത് കേട്ടോ. ഞാൻ ഇതിനകത്ത് എടുക്കും. അടിപൊളി മത്തങ്ങാക്കറി. നല്ല അടിപൊളി മത്തങ്ങാക്കറി. നമുക്കിനി ഇതിനെ ഒന്ന് ചൂടാക്കാം. ചെറിയ ചൂട് മതി. സ്വല്പം ഒന്ന് ചൂടാക്കാം. ഗ്യാസ് ഓഫാക്കി. മത്തങ്ങാക്കറി നല്ല അടിപൊളി മത്തങ്ങാക്കറിയാണ്. നല്ല മത്തങ്ങാക്കറി, നല്ല ഉപ്പും സ്വല്പം എരിയും, നല്ല മത്തങ്ങയാണ്. അതുകൊണ്ട് മത്തങ്ങ തന്നെ നല്ലതാണ്. അതുകൊണ്ടാണ് അതിൻ്റെ ടേസ്റ്റ് കൂടുതൽ. ഫ്രഷ് മത്തങ്ങ ആയിരുന്നു അതുകൊണ്ട് കേട്ടോ. കണ്ട, അപ്പം നമ്മളുടെ സൂപ്പർ അടിപൊളി ടേസ്റ്റി റെസിപ്പി മത്തങ്ങാക്കറി റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണം. പിന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.